ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരുക്കിയിട്ടുള്ള മൊത്തത്തിലുള്ള ഡെക്കറേഷൻസിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ എനിക്ക് ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നത് അവൻ്റെ അച്ഛനും ഞാനും അവനും കൂടെ ദൂരെ എവിടെയെങ്കിലും പോയിട്ടൊരു ചെറിയ സെലിബ്രേഷൻ നടത്താമെന്നായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കാണുകയും ചെയ്യാം, അവൻ്റെ ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയായിരുന്നു എൻ്റെ പ്ലാൻ. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഫസ്റ്റ് ബർത്ത്ഡേ അല്ല, ഇത് നമുക്ക് എല്ലാവരെയും വിളിച്ചിട്ടാക്കാമെന്ന്. അപ്പോൾ പിന്നെ ജിനേട്ടൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ, ജിനേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെ, പിന്നെ അതുപോലെ നമ്മുടെ അടുത്ത നെയ്ബേഴ്സ്, അടുത്ത ഫ്രണ്ട്സ്, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനായി. അപ്പം തന്നെ അത്യാവശ്യം ആളുകളാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കാമെന്ന് കരുതി. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്കിങ്ങനെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടൊരു സെലിബ്രേഷൻ നടത്താമെന്നുള്ളതായിരുന്നു. അപ്പം ഞാനത് ആരോടും പറയുകയൊന്നും ചെയ്തില്ല, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ പേപ്പർ, എനിക്ക് കുറച്ച് ക്രാഫ്റ്റിനോടൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പേപ്പർ ഗാർലാൻഡ്സ് അങ്ങനെയൊക്കെ ഡെക്കറേഷൻസ് നടത്താറുണ്ടല്ലോ. അപ്പോൾ ആ രീതിക്കൊക്കെ ഞാൻ കുറേ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം പലയിടത്തുനിന്നായിട്ട് ഞാൻ പല ഐഡിയാസ് എടുത്തു കേട്ടോ. പേപ്പർ ഗാർലാൻഡ് എടുത്തു, അതേപോലെ പേപ്പർ ഫാൻ ചെയ്യുന്നത്, അതുപോലെ ചിലർ ബർത്ത്ഡേക്ക് മക്കളെ സ്റ്റാറ്റ്യൂ സെറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തത്. പിന്നെ അതുപോലെ നമ്പേഴ്സ് ഉണ്ടല്ലോ, 1 2, അവരെ ബർത്ത്ഡേ എത്രയാണോ ആ നമ്പർ നമ്മൾ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യാറുണ്ടല്ലോ, ആ നമ്പർ സെറ്റ് ചെയ്യാറുണ്ടല്ലോ, അങ്ങനത്തെ കുറേ ഐഡിയാസ് കിട്ടി കേട്ടോ. പിന്നെ അതുപോലെ ചിലർ അവരെ മക്കൾ അതുവരെയുള്ള ഫോട്ടോസൊക്കെ ഓരോന്ന് ചെയ്യാറുണ്ടല്ലോ, അതുപോലെ ഹാങ് ചെയ്യാറുണ്ടല്ലോ, അങ്ങനെ കുറേ ഐഡിയാസ് കിട്ടി. അപ്പം ഞാൻ അങ്ങനെ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു ഐഡിയ ആക്കി മാറ്റി കേട്ടോ. അപ്പം ഞാനിത് ആരോടും പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഹസ്ബൻഡിൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, എൻ്റെ മനസ്സിലുണ്ടായിരുന്നായിരുന്നു. എന്താ വെച്ചാൽ എത്രത്തോളം അത് സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ മോൻ അങ്ങനെ ഉറങ്ങുന്നില്ല. അപ്പോൾ അവൻ എപ്പോഴെങ്കിലും ഉറങ്ങുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞാലായി, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ഇവൻ്റെ ബർത്ത്ഡേക്ക് ആദ്യം കളർ സെറ്റ് ചെയ്തു, ബ്ലൂ ഒരു ഷെയ്ഡിലായിരിക്കാം ഇവൻ്റെ ബർത്ത്ഡേ മൊത്തം ഫംഗ്ഷൻ പ്ലാൻ ചെയ്തു. അതുപോലെ എനിക്ക് ഈ വെൽക്കം ബോർഡ് വേണമെന്നുണ്ടായിരുന്നു. ധനുവിൻ്റെ ബർത്ത്ഡേക്ക് വെൽക്കം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ്, അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് ഞാനിങ്ങനെ പുറത്ത് വെച്ചപ്പം റേറ്റ് ഉണ്ട് അതിന്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പാർട്ടി ഫംഗ്ഷനൊക്കെ ഈ വാടകയ്ക്ക് കൊടുക്കുന്നവരുടെ അടുത്തൊന്നും എടുക്കണം, അത് നല്ല റേറ്റ് ഉണ്ട്. അല്ലാതെ ചെറിയ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാനായിരുന്നു വിചാരിച്ചത്, അത് എനിക്ക് പോസിബിൾ ആയില്ല. പിന്നെ അതേപോലെ ഇവൻ്റെ അതുവരെയുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ട് അതൊന്ന് ഇങ്ങനെ മുളേൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് അത് സെറ്റ് ചെയ്യാൻ വിചാരിച്ചത്. മുളയൊക്കെ വെട്ടിക്കൊണ്ടുവന്നു, പക്ഷേ ആ രീതിയിൽ എനിക്ക് വെട്ടി ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ സാധനങ്ങൾ മൊത്തം ഞാൻ ചെയ്തു, അതുവരെയുള്ള ഫോട്ടോസൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ പേപ്പർ ഗാർലാൻഡ് ഉണ്ടാക്കി, ഇവൻ്റെ നമ്പർ A1 എന്ന് പറയുന്ന നമ്പർ ആക്കി. പിന്നെ അതുപോലെ ഞാൻ ഈ വെൽക്കം ബോർഡിൻ്റെ ഉള്ളാണ് ഇവനൊരു ഫോട്ടോ ഒട്ടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു A3 സൈസിൽ ഇവൻ്റെ ഫുൾ ലെങ്ത്തുള്ളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഈ ഒരു ബോർഡ് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ അതെന്ത് ചെയ്തു, ബർത്ത്ഡേൻ്റെ തലേന്ന് ജിനേട്ട ഇരുന്ന് അത് അവൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അവ അങ്ങനെ നിൽക്കുന്ന പോലെ തന്നെ ബാക്കിൽ തെർമോക്കോളൊക്കെ വെച്ചിട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ അത് ചെയ്തു. ഈ പേപ്പർ ഗാർലാൻഡ് ഈ പറഞ്ഞ പോലെ സർക്കിളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ സമയം കിട്ടുമ്പോൾ ഒക്കെ വെട്ടി വെച്ചു. പക്ഷേ ഇതൊന്നും ഇങ്ങനെ ഒട്ടിച്ച് ആ ഒരു ലെങ്ത്തിലാക്കുക എന്നുള്ളത് പറയുന്ന ഒരു പണിയായിരുന്നു. അല്ലെ സ്റ്റിച്ചിങ് അറിയുന്നവരാണോ, നല്ല ഇങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. പക്ഷേ ഞാനിതിങ്ങനെ ഒട്ടിക്കായിരുന്നു. ഒരു ദിവസം എന്നും ഇങ്ങനെ ഓരോന്ന് ഒത്തിരി ചെയ്യും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കും, എൻ്റെ ഓരോ പൊട്ടും പൊടിയും ഇതൊക്കെ ഇവൻ വലുതാകുമ്പോൾ ഓർമ്മ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നത് അവന് ഓർമ്മ ഉണ്ടാവുന്നല്ലേ, എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, എൻ്റെ ഒരു സന്തോഷമാണ്. ആ രീതിക്കായിരുന്നു ചെയ്തത്. എന്തായാലും അത്രയും എഫേർട്ട് ഇട്ടാണ് കേട്ടോ ഞാനത്. അത് എത്രത്തോളമാണ് അത് ചെയ്തു വന്ന് ഞാൻ ചെയ്ത് കണ്ടവർക്കേ അറിയുള്ളൂ ആ ഒരു എഫേർട്ട് എത്രത്തോളമായിരുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഇവൻ ഉറങ്ങിയില്ലായിരുന്നു, അങ്ങനെ പകൽ പോലും ഉറങ്ങാത്തൊരു കുട്ടിയായിരുന്നു. പേപ്പർ ഗാർലാൻഡ് അവസാനം സെറ്റ് ചെയ്തത് അച്ഛനാണ് കേട്ടോ. ഞാനിതൊക്കെ ഇതാക്കിയില്ല, എനിക്കിത് ഒട്ടിക്കാൻ കഴിയുന്നില്ല. ഞാനൊരു തൽക്കാലം ഒട്ടിക്കുമ്പോൾ ഒരു തൽക്കാലം പോകും. ആ വീഡിയോ എനിക്ക് എടുക്കാനും കഴിഞ്ഞില്ല കേട്ടോ. സമയം വേണ്ട, ഇതെല്ലാം കൂടെ നമ്മൾ തന്നെ ചെയ്യണ്ടേ, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഒരു ദിവസം ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഹാളിൽ ഇരുന്നാൽ ചെയ്യുക. അച്ഛൻ പറഞ്ഞ് ഞാനും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് ഞങ്ങൾ 2 മണി 2:30 വരെ കുത്തിന് ചെയ്തു. അച്ഛൻ പറഞ്ഞു കുറച്ചെണ്ണം കൂടി ഉണ്ടായിരുന്നു, അതുകൂടി ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് മതിയായി, ഇനി ഇത് മതി. അതേപോലെ നമ്മളതിങ്ങനെ പൊക്കുമ്പോഴേക്കും ഒന്നായിട്ട് നൂല് കെട്ടി കുടുങ്ങുകയൊക്കെ ചെയ്യും. അതൊരു രീതിയിൽ തന്നെ അടുക്കി വെക്കും വേണം, ഒന്ന് തിരിഞ്ഞു പോയാൽ മൊത്തത്തിൽ തിരിയും ചെയ്യും. അവസാനം ഇവൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് എനിക്ക് തന്നെ സെറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. പിന്നെ ജിനേൻ്റെ ഒരു കസിനുണ്ട്, അവന് ആർട്ട് ടീച്ചറാണ്. അപ്പം ആ ചേട്ടനാണ് മൊത്തത്തിൽ അവരെല്ലാവരും കൂടിയാണ് അത് ഒരുക്കിയതൊക്കെ. ഞാനൊന്നും കണ്ടില്ല, ഞാൻ ഇവനെ ഒരുക്കാൻ നമുക്കൊരു കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല ആ ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരായതുകൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ആ ഏട്ടൻ മൊത്തത്തിലെല്ലാം സെറ്റ് ചെയ്തോളും എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച രീതിക്കല്ല ആയത്, വേറൊരു രീതിക്ക് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ആ ഫോട്ടോസൊക്കെ ഞാനിങ്ങനെ മുളേൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചു. അതിന് പറ്റിയൊരു സാധനം എവിടെയും കണ്ടില്ല. പിന്നെ എല്ലാം അവരെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ നല്ലൊരു ഭംഗിക്ക് എല്ലാം ചെയ്തു തന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ധനുവിൻ്റെത്. ഞാൻ ഈ കാർഡ്ബോർഡ് എങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള വീഡിയോ ഒക്കെ ഇടാം കേട്ടോ, അത് കണ്ടോളൂ. നമ്മൾ ബർത്ത്ഡേ പ്ലാൻ ചെയ്യുമ്പം ആദ്യം എവിടെ നിന്നാണ് ഇത് ചെയ്യുക എന്നുള്ളതൊന്ന് സെറ്റ് ചെയ്യുക, എവിടെ നിന്നാണ് ഇത് ഫംഗ്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഒരു തീം സെറ്റ് ചെയ്യുക. എന്തെങ്കിലും കളർ കോഡാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജംഗിൾ തീമോ അതേപോലെ കോക്കമല്ലൻ തീമോ അങ്ങനെ എന്തെങ്കിലും തീം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്തൊക്കെ നമ്മൾ
സെറ്റ് ഇതിൽ ഉപയോഗിക്കാൻ വിചാരിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നോക്കുക. ഞാൻ ഇവൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് ഞാൻ ഓരോന്ന് വരച്ചൊക്കെ നോക്കിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ വരും, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ വരും എന്നൊക്കെ നോക്കിയായിരുന്നു. സത്യം പറഞ്ഞാൽ സെക്കൻഡ് ബർത്ത്ഡേക്കാണ് ഞാൻ ശരിക്കും സിമ്പിളായിട്ട് എന്താ വെച്ചാൽ ഇത് പേപ്പർ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്ര പണി. ബലൂൺസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് എനിക്ക് നല്ല മനോഹരമാക്കാനൊക്കെ കഴിയും, എങ്ങനെ വേണമെങ്കിലും ഭംഗിയാക്കാൻ കഴിയും. അപ്പോൾ ഇത് പേപ്പർ കൊണ്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് വേറൊരു രീതിക്കാവുന്നത്, ഇത്ര പണി വരുന്നത്. അച്ഛൻ എന്നോട് പറയാം 2 ബലൂൺ വാങ്ങിയാൽ തീർന്ന പരിപാടി. പിന്നെ ജിനേട്ടന് എന്നോട് ചോദിക്കും, അച്ഛൻ ചോദിക്കും ജിനു എന്തെങ്കിലും ഇനി കൊണ്ടുവരുന്നുണ്ടോ എനിക്കറിയാം. ഞാൻ ആരോടും പറഞ്ഞില്ല, ഇത് എത്രത്തോളം എനിക്ക് സക്സസ് ആവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ജിനേട്ടൻ കുറച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുന്ന ബലൂണിൻ്റെ മീൻസ് എയർ കയറ്റുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിലെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തു. പിന്നെ ഇത് 1 എന്നുള്ള ഷേപ്പിൽ വെട്ടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ ആദ്യം 1 എന്നുള്ളത് ഞാൻ വരച്ചിട്ട് ഞാനിത് അതേപോലെ 2 എണ്ണം വെട്ടിയെടുത്ത് 2 എണ്ണം വെട്ടിയിട്ട് ഇതിൻ്റെ നടുക്ക് നമുക്ക് വലിപ്പത്തിന് അങ്ങനെ ഒരു 3D പോലെ അങ്ങനെ എന്താ പറയുക പൊക്കി കൊണ്ടുവരും. ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് പൊക്കി കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത 1 വെച്ച് ഒട്ടിക്കുക. അതാണ് നമ്മളെ പരിപാടി. തനിയും എൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് പലതും എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇത് വേറൊരു ദിവസം കേട്ടോ, ഇത്രത്തോളം എത്തി എൻ്റെ പരിപാടികൾ. ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ 3D പോലെ അങ്ങനെ ഹൈറ്റാക്കി കൊണ്ടുവരും. പശ വെച്ച് ഒട്ടിച്ചതാണിത്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ മറ്റേ 1 കൂടെ വെച്ച് ഒട്ടിച്ചിട്ട് നന്നായിട്ട് സെല്ലോ ടേപ്പ് ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെ എല്ലാ ഭാഗവും ഒന്ന് ഉറപ്പിച്ചതാണ്. ആ പശയിൽ അങ്ങനെ നിൽക്കുന്നില്ല. അത് കാർഡ്ബോർഡിൻ്റെ പശയാണെങ്കിൽ കൂടെ അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് ഇതിനൊരു ഫിറ്റ് കിട്ടണമല്ലോ. അതിന് ശേഷം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തതാണേ. ഇത് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ബ്ലൂ കളർ ഞാൻ പറഞ്ഞില്ലേ A4-ൻ്റെ കളർ ഷീറ്റ് കിട്ടും. അത് വാങ്ങിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു പെന്നെടുത്ത് ഇങ്ങനെ ഒന്ന് അതിന് കുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഒന്നിങ്ങനെ കൂടി വരും, എന്താ പറയുക, ഒന്ന് കൂടി വരും ഇത്. എന്നിട്ട് നമുക്ക് അടിയിൽ പശ വെച്ച് ഇങ്ങനെ ഒട്ടിക്കും. ഇതാണ് ഞാൻ പൂതി മാറിയ സാധനം. ഇത് ഒട്ടിച്ചിട്ട് അത് തീരുന്നില്ല. എത്ര പേപ്പർ ഞാൻ വാങ്ങിയെന്നറിയോ, അത്രയും ഉണ്ട് ഇത് ഫില്ല് ചെയ്ത് ഉണ്ടാക്കാനും. ചിലയിടത്തൊന്നും ഒട്ടൂല. ഇപ്പോൾ പിന്നെയും കുറച്ചുകൂടെ ഇടയ്ക്ക് ഇങ്ങനെ തൊഴിഞ്ഞൊക്കെ വീണ് പിന്നെയും ഒട്ടിക്കും. അങ്ങനെ ഒട്ടിച്ച് ആരും ഇല്ല. അതാണ് ആലോചിക്കേണ്ടത്. നമ്മൾ തന്നെ അത് കുത്തി ഒട്ടിച്ചുണ്ടാക്കണം. ഒറ്റയ്ക്ക് ചെയ്തുണ്ടാക്കിയതാണ്. അത് മൊത്തം ഒട്ടിച്ച് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം മൊത്തം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പക്ഷേ അതിന് വേണ്ടി നമ്മൾ കുറച്ചധികം എഫേർട്ട് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ ഇതേപോലത്തെ എനിക്ക് ബാക്കും കൂടെ ഒട്ടിക്കാൻ വയ്യ. അതുകൊണ്ട് ബാക്ക് സൈഡ് കാണൂലല്ലോ. അതുകൊണ്ട് ബാക്ക് സൈഡ് മാത്രം ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ ഈ ഷീറ്റ് വെച്ചിട്ട് മൊത്തത്തിൽ ഒട്ടിച്ചത് കണ്ടോ. ഞാനിതൊക്കെ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ എനിക്ക് തോന്നുന്നു 12 മണിയോ ഏതോ ഒരു ദിവസം 12 മണിക്കാണ് ഒത്തിരുന്ന് ചെയ്യുന്നത് ഇതൊക്കെ. എനിവേ അത് നമുക്ക് ഫിനിഷിങ്ങിലേ എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. എത്ര എഫേർട്ട് ഇട്ടെങ്കിലും അതൊരു സന്തോഷമാണ്, അത് വേറെ. എനിവേ ഇത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 1 ഷേപ്പിൽ വെട്ടിയെടുത്തു. അതിനുശേഷം അതിൻ്റെ ഹൈറ്റിനനുസരിച്ച് എല്ലാ ഭാഗത്തും അളന്നിട്ട് ഷേപ്പിലെടുത്തു. മീൻസ് പീസ് വെച്ച് പൊക്കി കൊണ്ടുവന്നു. പിന്നെ അതിൻ്റെ മുകളിൽ മറ്റേ സൈഡ് 1 കൂടെ ഒട്ടിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ സെല്ലോ ടേപ്പ് ഇട്ടിട്ട് ഓരോ പോയിൻ്റ് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചിട്ടോ. അതേപോലെ ഞാൻ ഇതിൻ്റെ ബേസിൽ ഇതൊന്ന് സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടി അടിയിൽ കുറച്ച് പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാടൊന്നും ഇട്ടില്ല. എനിക്കിത് അത്യാവശ്യം നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് ആയതുകൊണ്ട് നല്ല വെയിറ്റിൽ തന്നെ അങ്ങനെ നിന്നുണ്ട്. ജിനേട്ടൻ ബർത്ത്ഡേൻ്റെ 2 ദിവസം മുന്നേ ആയിരുന്നു വന്നത്. അപ്പോൾ ഞങ്ങൾ സർപ്രൈസായിട്ട് പിക്ക് ചെയ്യാനൊക്കെ പോയി. രാത്രി 10:30 വരും എന്ന് പറഞ്ഞാൽ 12 മണിയൊക്കെ കഴിഞ്ഞിട്ട് എത്തിയപ്പം. പിന്നെ ഇതാണ് നമ്മുടെ ബർത്ത്ഡേൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഫ്ലവേഴ്സൊക്കെ ഞങ്ങൾ ആ കസിന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. പിന്നെ ആ ഒരു പച്ച ഇല കണ്ടത് അത് അവിടെ തന്നെയുള്ള ഒരു ഇലയാണ്. പക്ഷേ നല്ല ഭംഗിയായിട്ട് തോന്നി. പിന്നെ ഞാൻ ഇവൻ്റെ ഒരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതാണ് നമ്മുടെ 1. കുറേ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ ഉണ്ടില്ലേ, കുറേ ഇടയ്ക്ക് തൊഴിഞ്ഞു പോയിട്ടോ ആ പശേൻ്റെ മറ്റേതിൻ്റെ ഉള്ള സെല്ലോ ടേപ്പായിട്ട് നിൽക്കായിട്ട്. പിന്നെ അവൻ്റെ സ്റ്റാറ്റ്യൂ ആണത്, അതിപ്പോഴും വീട്ടിലുണ്ട്. പിന്നെ നമ്മുടെ പേപ്പർ ഗാർലാൻഡാണിത്. കുറച്ചുകൂടിയൊക്കെ സാധനം ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അവസാനം നിർത്തിപ്പോയതാണ് ഞാനെന്നുള്ളത്. പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ജിനേട്ടൻ കൊണ്ടുവന്നുകൊണ്ട് അതിനൊരു നല്ല ലുക്ക് കിട്ടി. പിന്നെ ഹാങ് ചെയ്തിട്ടുള്ള സാധനം അവൻ്റെ ഫോട്ടോസാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ ചിലർക്കാകെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ചെയ്യുന്ന കിട്ടുകയാണെങ്കിൽ പിന്നെ അതിനേക്കാളും കൂടുതൽ എനിക്കിതൊരു എന്താ പറയുക മെമ്മറിയാണ്. വലുതാകുമ്പോൾ ഒക്കെ എനിക്ക് ഓർക്കാൻ നല്ലൊരു മെമ്മറിയാണ്. അത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, മറ്റൊരു വീഡിയോ കാണാം.